ഐ.ടി. ജോസഫ് സ്മാരക ലോക നാടകവേദി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കെ.ജെ. മാക്സി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഐ.ടി. ജോസഫ് സ്മാരക ലോക നാടകവേദി കൊച്ചി സംഘടിപ്പിച്ച ലോക നാടക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കെ.ജെ. മാക്സി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സി.ജെ. ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ.എഫ്. ക്ലീറ്റസ് സ്വാഗതം ആശംസിച്ചു. ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അത് കാര്യങ്ങളുടെ വരുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ചെയ്തിട്ടുള്ളത് വിപ്ലവകരമായ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും നേതൃത്വത്തിലുള്ളവരുമാണ് കലാകാരന്മാർക്ക് ആ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് ഒരു ഘട്ടത്തിൽ ഉൾപ്പെടാറുള്ളത്. ഐ.ടി. ജോസഫ് പലപ്പോഴും ഇദ്ദേഹമായിട്ട് ഒരുപാട് ബന്ധങ്ങളുമുണ്ട്, ദീർഘകാലമായിട്ടുള്ള ബന്ധം. ഞാൻ ശരിക്കും ഐ.ടി. ജോസഫിന്റെ അനിയനെ പോയി പഠിച്ചാണ്. ഞാൻ പഠിക്കാൻ വളരെ സീനിയറായി. പക്ഷെ അതിന് ശേഷം എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തായിമാരായിരിക്കാം ഐ.ടിയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളില്ല. ഓരോ ഘട്ടം വരുമ്പോഴും കലാകാരന്മാരുടെ ഓരോ പ്രയാസങ്ങളും അദ്ദേഹം പറയുന്നത്, ഓരോരുത്തരുടെ പ്രയാസങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റയാണെന്ന് അദ്ദേഹം പലപ്പോഴും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആന്റണി പള്ളുരുത്തി ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഐ.ടി. ജോസഫ് അനുസ്മരണം മുൻ എം.എൽ.എ. ജോൺ ഫെർണാണ്ടസ് നിർവഹിച്ചു. എ.ഡി. മാസ്റ്റർ അവാർഡ് സമർപ്പണം സിനിമാതാരം വീണ നായർ നിർവഹിച്ചു. ഐ.ടി. ജോസഫ് അവാർഡ് സമർപ്പണം സിനിമാതാരം ബിജു മേനോനും നിർവഹിച്ചു. സിനിമാതാരം കലാഭവൻ നവാസ്, വീണ നായർ, സാമൂഹ്യ പ്രവർത്തകൻ ജോർജ് കിളിയാറ, മനോജ് കെ, സി.എസ്. ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗസൽ രാജകുമാരി ഡോക്ടർ ദേവി മേനോന്റെ ഗസൽസ് ആൻഡ് മെലഡീസും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.